ഹലോ, PSC എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. സമാശ്വാസം എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL വിഭാഗങ്ങളിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതി. ആശ്വാസം അല്ലേ, സമാശ്വാസം എന്തിനുള്ളതാണ്? വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യുക? ഡയാലിസിസ് ചെയ്യുക. വൃക്ക തകരാറാവുമ്പോൾ ചെയ്യുന്ന ഒരു പരിഹാരമാണ് എന്തെന്ന് പറയുന്നത്? ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം. എത്ര രൂപയാണ് പ്രതിമാസം കിട്ടുന്നത്? 1100 രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത്. അടുത്തത് ആശ്വാസകിരണം. ഏതാണ് ആശ്വാസകിരണം? ആശ്വാസകിരണവും ആരോഗ്യകിരണവും ഒക്കെ തമ്മിൽ മാറിപ്പോകരുത്. ആശ്വാസകിരണം കിടപ്പു രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി. പ്രത്യേകം ശ്രദ്ധിക്കണം, കിടപ്പു രോഗികൾക്കല്ല ലഭിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, കിടപ്പു രോഗികൾക്കല്ല, അവർക്ക് കൂട്ടിരിക്കുന്നവർക്ക് അല്ലേ, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നത്? ശുശ്രൂഷിക്കുന്നവർക്ക് ലഭിക്കുന്ന പെൻഷനാണ് എന്തെന്ന് പറയുന്നത്? ആശ്വാസകിരണം. എൻഡോസൾഫാൻ ദുരിതബാധിതരിൽ പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന സ്പെഷ്യൽ ആശ്വാസകിരണം പദ്ധതിയും കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. അപ്പോൾ സ്പെഷ്യൽ ആശ്വാസകിരണം പദ്ധതി എന്ത് നടപ്പിലാക്കുന്നു? നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കുന്നു. പ്രതിമാസം എത്ര രൂപയാണ്? അത് പ്രതിമാസം 600 രൂപയാണ്. അപ്പോൾ ആശ്വാസകിരണം എന്ന് പറയുന്നത് എത്ര രൂപയാണ് പ്രതിമാസം പെൻഷനായി ലഭിക്കുന്നത്? 600 രൂപ. എന്നാൽ സമാശ്വാസത്തിൽ എത്രയായിരുന്നു? 1100 രൂപ. സമാശ്വാസം 1100 രൂപ. വൃക്കാരോഗബാധിതരായ രോഗികൾക്ക് മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസ് ചെയ്യണം. അത്തരത്തിലുള്ളവർക്ക് പ്രതിമാസം 1100 രൂപ പെൻഷനായി ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സമാശ്വാസം. എന്നാൽ ആശ്വാസകിരണം എന്താ? കിടപ്പ് രോഗികൾക്കാണോ? അല്ല, കിടപ്പ് രോഗികൾക്ക് കൂട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്നവർക്ക്, ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ പെൻഷനായി ലഭിക്കുന്നതാണ് ഏത്? ആശ്വാസകിരണം. നെക്സ്റ്റ് ശ്രുതി തരംഗം. ശ്രുതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും? ശ്രവണമായിട്ടുള്ളതായിരിക്കും അല്ലേ? ശ്രുതി തരംഗം. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക്, എത്ര വയസ്സാണ്? ഏജ് ഓർമ്മിച്ച് വയ്ക്കുക. 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതി. അപ്പോൾ എന്താ ശ്രുതി തരംഗം? ശ്രവണ വൈകല്യമുള്ള 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാകുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം. നെക്സ്റ്റ് കാരുണ്യ പദ്ധതി. ഏതാ കാരുണ്യ പദ്ധതി? ക്യാൻസർ, ഹൃദയാഘാതം, വൃക്കാരോഗം, ഹീമോഫീലിയ. ഏതൊക്കെയാ? ക്യാൻസർ, ഹൃദയാഘാതം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതി ഏതാണ്? കാരുണ്യ പദ്ധതി. അപ്പോൾ ശ്രുതി തരംഗം എന്തായിരുന്നു? കോക്ലിയർ ഇംപ്ലാന്റേഷൻ്റെ അല്ലേ, ശ്രവണ വൈകല്യമുള്ള 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷനാണ് എന്തെന്ന് പറയുന്നത്? ശ്രുതി തരംഗം. എന്നാൽ കാരുണ്യ പദ്ധതി എന്തിനുള്ളതാണ്? ഏതൊക്കെ രോഗങ്ങൾ? ക്യാൻസർ, ഹൃദയാഘാതം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതി. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത് നടപ്പിലാക്കുന്നത് ആരാണ്? കാരുണ്യ പദ്ധതി സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ്. കാരുണ്യ ലോട്ടറിയിലൂടെയാണ് ഇതിനുള്ള തുക കണ്ടെത്തുന്നത്. കാരുണ്യ ലോട്ടറിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിനുള്ള തുക കണ്ടെത്തുന്നത്.
കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് ഉദ്ഘാടനം ചെയ്തത്? കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് ഉദ്ഘാടനം ചെയ്തത് 2012 ഫെബ്രുവരി 26. 2012 ഫെബ്രുവരി 26. 2012 ഫെബ്രുവരി 26. AK ആൻ്റണി. ആരായിരുന്നു? AK ആൻ്റണി ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. വൃക്കാരോഗം, ഹൃദ്രോഗം, കരൾ സംബന്ധമായ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം 2 ലക്ഷം രൂപ. അപ്പോൾ വൃക്കാരോഗം, ഹൃദ്രോഗം, കരൾ സംബന്ധമായ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം എത്രയാണ്? 20 ലക്ഷം രൂപ. എത്ര രൂപയാണ്? 20 ലക്ഷം രൂപ. എല്ലാ BPL കുടുംബാംഗങ്ങൾക്കും പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള, അല്ലേ, എല്ലാ BPL കുടുംബാംഗങ്ങൾക്കും പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള APL കുടുംബാംഗങ്ങൾക്കുമാണ് ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് ആനുകൂല്യം ലഭിക്കുന്നത്? 2 ലക്ഷം ലഭിക്കുന്നത് എങ്ങനെയുള്ളവർക്കാണ്? വൃക്കാരോഗം, ഹൃദ്രോഗം, കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായമാണ് എത്രയെന്ന് പറയുന്നത്? 2 ലക്ഷം. എല്ലാ BPL കുടുംബാംഗങ്ങൾക്കും പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള APL കുടുംബാംഗങ്ങൾക്കുമാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ആരോഗ്യകിരണം. അടുത്തത് ഏതാ? ആരോഗ്യകിരണം. ആശ്വാസകിരണം എന്തായിരുന്നു? കിടപ്പ് രോഗികളെ സംരക്ഷിക്കുന്നവർക്ക് 600 രൂപ പെൻഷൻ ലഭിക്കുന്നത്, അല്ലേ? അപ്പോൾ അടുത്തത് ഏതാ? ആരോഗ്യകിരണം. സംസ്ഥാനത്തെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കാരോഗ ബാധിതരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പിലാക്കുന്ന പദ്ധതി. അപ്പോൾ ഏതാ? സംസ്ഥാനത്തെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കാരോഗ ബാധിതരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. അടുത്തത് ഏതാ? താലോലം. ആരോഗ്യകിരണവും താലോലവും തമ്മിൽ മാറിപ്പോകരുത്. അടുത്തത് താലോലം. 18 വയസ്സിന് താഴെ കുട്ടികൾക്ക് ഹൃദ്രോഗ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ എന്നിവയും എൻഡോസൾഫാൻ ബാധിതർക്കും ഡയാലിസിസിന് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? താലോലം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹൃദ്രോഗ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ എന്നിവയും എൻഡോസൾഫാൻ ബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവിനായി ധനസഹായം നൽകുന്ന പദ്ധതി ഏതാ? താലോലം. ഏത് പദ്ധതിയാണ്? താലോലം. അടുത്തത് മൃതസഞ്ജീവനി. നെക്സ്റ്റ് ഏതാണ്? മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതി. ആരുടെ പദ്ധതിയാണ്? ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഏത്? മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. അടുത്തത് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി ഏതാ? സ്നേഹസാന്ത്വനം. ഏതാണ്? സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി. നെക്സ്റ്റ് വയോമിത്രം. ഏതാണ്?
വയോമിത്രം. വയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആർക്കായിരിക്കും? വയോജനങ്ങൾ, വയസ്സായവർക്കുള്ളത് അല്ലേ? വയോമിത്രം. 65 വയസ്സിന് മുകളിൽ, ഏജ് ഓർമ്മിച്ച് വയ്ക്കുക, എത്രയാണ്? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? വയോമിത്രം. നെക്സ്റ്റ് ഏതാ? ആർദ്രം. ഇതൊക്കെ പ്രധാനമാണ്. നിരന്തരം PSC പരീക്ഷകളിൽ കണ്ടുവരുന്ന ആരോഗ്യക്ഷേമ പദ്ധതികളാണ് ഇവയൊക്കെ. ഈ വയോമിത്രം, സ്നേഹസാന്ത്വനം, മൃതസഞ്ജീവനി, താലോലം, ആരോഗ്യകിരണം, ശ്രുതിതരംഗം, ആശ്വാസകിരണം, ഇതൊക്കെ നിരന്തരം മാറി മാറി ഇങ്ങനെ ഓരോ പരീക്ഷകളിലും ചോദിക്കുന്നതാണ്. അപ്പോൾ മത്സര പരീക്ഷകൾക്ക് ആവശ്യമായത് നമുക്കിത് 1 മാർക്ക് കിട്ടുമെന്നുള്ള പോർഷനാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം സ്കോർ ചെയ്യുക. അപ്പോൾ ഏതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ആർദ്രം. സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുന്ന പദ്ധതി. ജനസൗഹാർദ്ദ ഹോസ്പിറ്റൽ അല്ലേ? ജനസൗഹാർദ്ദ ഔട്ട്ലെറ്റ്, അതായത് ജനസൗഹാർദ്ദ ആശുപത്രികൾ കൊണ്ടുവരിക അല്ലേ? OP എടുക്കുന്നിടത്ത്, അതൊരു പ്രധാന പോയിന്റാണ്. OP എടുക്കുന്നിടത്ത് ഉള്ള ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് ഉള്ളതാണ് ഏതെന്ന് പറയുന്നത്? ആർദ്രം. സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുന്ന പദ്ധതി. അടുത്തത് സ്വാസ്ഥ്യം. ഏതാണ്? സ്വാസ്ഥ്യം. അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടി. ഇപ്പോൾ സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടയ്ക്ക് ചോദിച്ചതാണ്. അർബുദം നേരത്തെ കണ്ടെത്തി തടയുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ഏത്? സ്വാസ്ഥ്യം. നെക്സ്റ്റ് സുഹൃതം. ഏതാണ്? സുഹൃതം. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള, ഏതാണ്? മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതി. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണ് സുഹൃതം. ഏതൊക്കെയാണ് പറഞ്ഞത് നമ്മൾ? ശ്രുതിതരംഗം, ആശ്വാസകിരണം, സമാശ്വാസം, കാരുണ്യ പദ്ധതി, ആരോഗ്യകിരണം, താലോലം, മൃതസഞ്ജീവനി, സ്നേഹസാന്ത്വനം, വയോമിത്രം, ആർദ്രം, സ്വാസ്ഥ്യം അല്ലേ? നെക്സ്റ്റ് ഏതാ വരുന്നത്? സുഹൃതം. നെക്സ്റ്റ് ഏതാണ്? സുഹൃതം. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള, ഏതൊക്കെ ഉൾപ്പെടെയുള്ള? മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണ് സുഹൃതം. ഏതസുഖത്തിനുള്ളതാണ്? ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണ് ഏത്? സുഹൃതം അല്ലേ? മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണ് സുഹൃതം. നെക്സ്റ്റ് എൻ്റെ കുളം എറണാകുളം. നെക്സ്റ്റ് ഏതാ? എൻ്റെ കുളം എറണാകുളം. നെക്സ്റ്റ് ഏതാണ്? എൻ്റെ കുളം എറണാകുളം. സംസ്ഥാന ആയുർവേദ വകുപ്പ് ആരുടേതാണ്? സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് എൻ്റെ കുളം എറണാകുളം. നെക്സ്റ്റ് ഏതാ? ആയുർദളം. ഏതാണ്? ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള, അല്ലേ? ഏത് രോഗത്തിന് വേണ്ടിയുള്ളതാണ്? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ആയുർദളം. നെക്സ്റ്റ് ഏതാ? സ്നേഹപൂർവം. സ്നേഹസ്പർശമുണ്ട്, സ്നേഹപൂർവമുണ്ട്, രണ്ടും മാറിപ്പോകരുത്. സ്നേഹസ്പർശവും സ്നേഹപൂർവവും ഒക്കെ തമ്മിൽ മാറിപ്പോകരുത്. നെക്സ്റ്റ് ഏതാണ്? സ്നേഹപൂർവം. മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒന്നുകിൽ രണ്ടുപേരും
അല്ലെങ്കിൽ അഥവാ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ, ശ്രദ്ധിച്ചോളുക, മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികളെ സ്വഭവനങ്ങളിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നു. ഒന്നുകിൽ സ്വന്തം ഭവനം അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ബന്ധുഭവനങ്ങളിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. സ്നേഹപൂർവം എന്താണപ്പോൾ? മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികളെ സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. സംസ്ഥാനത്തെ HIV/AIDS ബാധിതരായ കുട്ടികളെ കൂടി സ്നേഹപൂർവം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഹൃദ്യം. അടുത്തത് ഏതാണ്? ഹൃദ്യം. ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നടപ്പിലാക്കുന്ന പദ്ധതി. ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ്? ഹൃദ്യം. നെക്സ്റ്റ് വിമുക്തി. ഏതാണ്? വിമുക്തി. കേരള ഗവൺമെൻറ്റിൻ്റെ ലഹരി വിമുക്ത കേരളം പദ്ധതി. കേരള ഗവൺമെൻറ്റിൻ്റെ ലഹരി വിമുക്ത കേരളം പദ്ധതി. വിമുക്തി എന്താ? കേരള ഗവൺമെൻറ്റിൻ്റെ ലഹരി വിമുക്ത കേരളം പദ്ധതി. ഓക്കെ അല്ലേ? അടുത്തത് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ഏതാണ്? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. കലാലയങ്ങൾ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള പദ്ധതി. കലാലയങ്ങൾ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഏത്? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. അടുത്തത് ആരോഗ്യ ജാഗ്രത. ഏതാണ്? ആരോഗ്യ ജാഗ്രത. പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി 2018 ജനുവരി 1 മുതൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ആരോഗ്യ ജാഗ്രത എന്നു മുതലാണ്? 2018 ജനുവരി 1 മുതൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. മാലിന്യ നിർമ്മാർജ്ജനം, പരിസര ശുചിത്വം, കുടിവെള്ള ശുചിത്വം. ഏതൊക്കെയാ? മാലിന്യ നിർമ്മാർജ്ജനം, പരിസര ശുചിത്വം, പിന്നെ ഏതാ? കുടിവെള്ള ശുചിത്വം, സംയോജിത കൊതുക് നിയന്ത്രണം തുടങ്ങിയ പ്രവർത്തനങ്ങളും പദ്ധതിയുടെ ഭാഗമായി നടത്തിവരുന്നു. അടുത്തത് ധ്വനിയാണ്. ധ്വനി എന്താ? കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക്. അപ്പോൾ കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തുന്നവർക്കുള്ളതാണ് ഏത്? ശ്രുതി തരംഗം അല്ലേ? 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ളത് നമ്മൾ പറഞ്ഞതാ. അപ്പോൾ ധ്വനി എന്താ? കോക്ലിയ ഇംപ്ലാന്റേഷന് നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? ധ്വനി. കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് കേൾവി ശക്തി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ധ്വനി. അടുത്തത് വയോമധുരം. ഏതാ? വയോമധുരം എന്താ? പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതി. പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് ഏത്? വയോമധുരം. പരിരക്ഷ. അടുത്തത് ഏതാ? പരിരക്ഷ. അംഗപരിമിതർക്ക്. പരിരക്ഷ അനുയാത്രയൊക്കെ ആർക്കുള്ളതാണ്? അംഗപരിമിതർക്കുള്ളതാണ്. അപ്പോൾ പരിരക്ഷ അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതി. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതി. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് പരിരക്ഷ. നെക്സ്റ്റ് അനുയാത്ര.
കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏത്? അനുയാത്ര. അടുത്തത് ഏതാ? നിരന്തരം എപ്പോഴും ചോദിക്കുന്നതാണ് മിഠായി. കുട്ടികളിലെ കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി. ആരാ ആവിഷ്കരിച്ചത്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്? മിഠായി. നെക്സ്റ്റ് കാതോരം. ഏതാണ്? കാതോരം. കാതോരം എന്താ? കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള കേരള സാമൂഹ്യനീതി വകുപ്പ് മുൻകൈ എടുത്ത് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി. അപ്പോൾ കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഉള്ള കേരള സാമൂഹ്യനീതി വകുപ്പ് മുൻകൈ എടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതി. നെക്സ്റ്റ് സ്നേഹക്കൂട്. മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതി. അപ്പോൾ സ്നേഹക്കൂട് എന്താ? സ്നേഹക്കൂട് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. നെക്സ്റ്റ് വഴികാട്ടി. എന്താണ്? വഴികാട്ടി. യാത്രക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കും ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഏത്? വഴികാട്ടി. യാത്രക്കിടെയാണെന്ന് ഓർമ്മിക്കണേ. അടുത്തത് സാന്ത്വനം. സ്നേഹസാന്ത്വനം നമ്മൾ പഠിച്ചിരുന്നു. അടുത്തത് ഏതാ? സാന്ത്വനം. കിടപ്പിലായ രോഗിയെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതി. കണ്ടോ? കിടപ്പിലായ രോഗിയെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം. പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സുമാരെയാണ് ഇതിന് നിയോഗിച്ചിരിക്കുന്നത്. വയോമിത്രം പഠിച്ചു, വയോമധുരം പഠിച്ചു അല്ലേ? വയോമിത്രം എന്തായിരുന്നു? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യക്ഷേമ പദ്ധതിയാണ് വയോമിത്രം. വയോമധുരം എന്തായിരുന്നു? ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ എന്താണ്? പ്രമേഹം ഉള്ളവർക്കുള്ളതാണ് ഏത്? വയോമധുരം എന്ന് പറയുന്നത്. വയോ അമൃതം നോക്ക്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള 15 ഗവൺമെൻറ് വൃദ്ധസദനങ്ങൾ. ശ്രദ്ധിക്കണേ, 15 ഗവൺമെൻറ് വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പുമായി സഹകരിച്ച് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്നു. അപ്പോൾ ആരുമായിട്ട് സഹകരിച്ചാണ്? ഭാരതീയ ചികിത്സാ വകുപ്പുമായി സഹകരിച്ച് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ആയുർവേദ പ്രോജക്റ്റാണ് വയോ അമൃതം. അടുത്തത് ഏതാ? അശ്വമേധം പദ്ധതി. നെക്സ്റ്റ് ഏതാ? അശ്വമേധം. കേരള സാമൂഹ്യ മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവർക്കായുള്ള ഗൃഹസന്ദർശന രോഗനിർണയ പദ്ധതി. അപ്പോൾ കണ്ടോ, വീട്ടിൽ പോയി സന്ദർശിച്ചിട്ടാണ് അല്ലേ? അപ്പോൾ കേരള സാമൂഹ്യ മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവർക്ക് ആയുള്ള ഗൃഹസന്ദർശന രോഗനിർണയ പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. കുഷ്ഠരോഗമാണ് ലക്ഷ്യം. വേറൊന്നുമല്ലേ, 2031 അല്ലേ, 2030 എന്താണ്? കുഷ്ഠരോഗം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക? തുടച്ചു നീക്കുക എന്നുള്ളതാണ് ലക്ഷ്യം കേട്ടോ. അടുത്തത് മാതൃയാനം. കേട്ടാൽ തന്നെ നമുക്കൊരു ഊഹം കിട്ടും അല്ലേ? മാതൃയാനം അല്ലേ? പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണേത്? മാതൃയാനം. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതി. വനിതാ ശിശു വികസന വകുപ്പും സാമൂഹ്യ മിഷനും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വനിതാ ശിശു
വികസന വകുപ്പും സാമൂഹ്യ മിഷനും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്തത് കണ്ടോ, ശ്രുതി മധുരം. ശ്രുതി തരംഗം പഠിച്ചു നമ്മൾ. ശ്രുതി തരംഗം എന്താ? കോക്ലിയ ഇംപ്ലാന്റേഷൻ ആണ് അല്ലേ? 5 വയസ്സിന് താഴെയുള്ള പ്രായമുള്ള കുട്ടികളുടെ കോക്ലിയ ഇംപ്ലാന്റേഷൻ ആണ്. അടുത്തത് ഏതാ? ശ്രുതി മധുരം. കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഏത് ജില്ല പറയുന്നുണ്ട്? കോട്ടയം. കോട്ടയം ജില്ലയിൽ കേൾവിശക്തി പരിമിതർക്ക് ശ്രവണ സഹായി വിതരണം ചെയ്യുന്ന പദ്ധതി. കണ്ടോ, ശ്രവണ സഹായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഏത്? ശ്രുതി മധുരം. അടുത്തത് ഏതാ? മിഴി. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ. ആരുടെയാണ്? ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതി. കണ്ടോ, മിഴി. മിഴി എന്താണ്? കേൾവിശക്തി ഇല്ലാത്തവർക്ക് ശ്രവണ സഹായി കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ശ്രുതി മധുരം അല്ലേ? അതേപോലെയാണ് നമ്മുടെ മിഴി. മിഴി എന്താ? ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി എന്ത് നൽകുന്നു? കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി. അടുത്തത് ഏതാ? തൂവാല വിപ്ലവം. ഈ ഇടയ്ക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. തൂവാല വിപ്ലവം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി. ഏതിനാ? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതി. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഏത്? തൂവാല വിപ്ലവം. അടുത്തത് സ്പെക്ട്രം. ശ്രദ്ധിച്ചു നോക്കണേ. സ്പെക്ട്രം. ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ. കണ്ടോ, ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. സ്പെക്ട്രം ഒരുപാട് തവണ ചോദിച്ചതാണ്. ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? സ്പെക്ട്രം. അടുത്തതേതാ? നമ്മുടെ ഹോമിയോ വകുപ്പിൻ്റെതാണ് കേട്ടോ. അടുത്തതേതാണ്? ഹോമിയോ വകുപ്പിൻ്റെയാണ് പദ്ധതി. ഏതാ? സീതാലയം. സീതാലയം ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. ശ്രദ്ധിക്കുക. ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹിക ശാക്തീകരണ പദ്ധതി. ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹിക ശാക്തീകരണ പദ്ധതിയാണ് സീതാലയം. അടുത്തത് സ്മൈൽ. എന്താ? സ്മൈൽ. റോഡ് അപകടങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി. കണ്ടോ, അതാരാ ആവിഷ്കരിച്ചത്? കേരള പോലീസ്. റോഡ് അപകടങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ. സ്മൈലിൻ്റെ പൂർണ്ണ രൂപം എന്താ? സീംലെസ് മെഡിക്കൽ ഇൻ്റർവെൻഷൻ ഫോർ ലൈഫ് കെയർ ആൻഡ് എമർജൻസി. നോട്ട് ചെയ്ത് വെക്കണേ. അടുത്തത് ഏതാ? ജീവനി. ജീവനി ഏതാ? കോളേജ് വിദ്യാർത്ഥികളുടെ. കണ്ടോ, കോളേജ് വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഏത്? ജീവനി. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി. കണ്ടോ, ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഏത്? ജീവനി. നെക്സ്റ്റ് ഏതാ? ആവാസ്. ആവാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി. പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ നമ്മുടെ കേരളത്തിലില്ലേ? അപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ഏത്? ആവാസ്. അടുത്തത് ഏതാ? അമൃതം ആരോഗ്യം. ജീവിതശൈലീ രോഗങ്ങൾക്ക്. കണ്ടോ, ജീവിതശൈലീ രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയം
നിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി. ജീവിതശൈലീ രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും നൽകുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കുറേ ആരോഗ്യക്ഷേമ പദ്ധതികളാണ് നോക്കിയത്. വയോമിത്രം, വയോമധുരം, വയോ അമൃതം, ശ്രുതി തരംഗം, സ്പെക്ട്രം, പിന്നെ എന്താ ആശ്വാസകിരണം, ആരോഗ്യകിരണം, ആർദ്രം, താലോലം, ഇങ്ങനെ ഒരുപാടല്ലേ, സ്നേഹസ്പർശം, സ്നേഹസാന്ത്വനം, ഇങ്ങനെ ഒട്ടനവധി ആരോഗ്യക്ഷേമ പദ്ധതികളാണ് നോക്കിയത്. ഇത്രയൊന്നും അല്ല കേട്ടാടെ, ഒരുപാടുണ്ട് പദ്ധതികൾ പഠിക്കാൻ. അപ്പോൾ നമുക്ക് ഓരോ ക്ലാസ്സിലായിട്ട് ഇതുപോലെ കുറേശ്ശെ നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ എക്സാമിന് മുന്നേ എന്ത് ചെയ്യുക, എല്ലാ പദ്ധതികളും കളക്ട് ചെയ്ത് പഠിച്ച് പൂർണ്ണമായിട്ടും തീർക്കുക. ഓക്കെ, നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യുക, എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.